ഓൺലൈൻ MBA ചെയ്യണം, അതിനുവേണ്ടി മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വരുന്നുണ്ടോ, ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വരുന്നുണ്ടോ, അമിറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വരുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റിയാണല്ലേ നിങ്ങൾ വിളിക്കുന്നത്. എന്നിട്ട് എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരുപോലെ പറയുകയാണ് വി ആർ ദ നമ്പർ 1 യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. പിന്നെ എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യും? ഓൺലൈൻ MBA ചെയ്യുവാൻ വേണ്ടി ഒരു മികച്ച യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം. എങ്ങനെ? അതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ആണ് നമ്മുടെ മുമ്പിലോട്ടേക്ക് വരിക. വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ? ആസ് പെർ യുവർ ബാക്ക്ഗ്രൗണ്ട്, ആസ് പെർ യുവർ ബഡ്ജറ്റ്, ആസ് പെർ യുവർ ആസ്പിറേഷൻ, ആസ് പെർ യുവർ ഇൻട്രസ്റ്റ്. ഇതിന്റെ ഒക്കെ പ്രകാരമാണ് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ കരിയർ സേഫ് ആയിട്ട് വരത്തുള്ളൂ. ഒരാൾക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയിരിക്കും മേ ബി സ്യൂട്ട് ആയിട്ട് വരിക, മേ ബി ഒരാൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഹൈടെക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി വരാം, മീഡിയം ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് വരാം, ലോവർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് വരാം. അങ്ങനെ പല രീതിയിൽ വരും. അപ്പം ഈ ക്രൈറ്റീരിയാസ് ഒക്കെ അറിഞ്ഞ് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കം ടു അവർ ഓൺലൈൻ യൂണിവേഴ്സിറ്റി സെലക്ഷൻ പ്ലാറ്റ്ഫോം, ടോക്ക് ടു അവർ മെന്റർ, ഫിൽ ഔട്ട് യുവർ ഫോം. Hi everyone again. I am Syed Shahid, founder of Indian Edu Hub. അപ്പോൾ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്തത് ഒരു കസ്റ്റമറിൻ്റെ പെയിനിൽ തുടങ്ങുക എന്നുള്ള ഒരു രൂപത്തിലായിരുന്നു. എന്താണ് ഒരു കസ്റ്റമറിൻ്റെ പെയിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഇന്ന് ഇന്ത്യയിൽ ഒരു കുട്ടിക്ക് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് പോകുമ്പം ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1100 യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്, പ്ലസ് 45,000 കോളേജസ് അവൈലബിൾ ആണ്, പ്ലസ് 12,000 സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആണ്, പ്ലസ് നമ്മുടെ മെഹറൂഫ്ഖാൻ്റെ GTech ഉൾപ്പെടെ എല്ലാവിധ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂട്ടി കഴിഞ്ഞാൽ അതൊരു 20,000 പ്ലസ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടും വരും ഇന്ത്യയിൽ ടോട്ടലി. അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസ് പ്രകാരം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ രീതിയിൽ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് അവൈലബിൾ ആണ്. ബട്ട് അത് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഇന്ന് ഇന്ത്യയിൽ ഒരാളും പറഞ്ഞു തരുന്നില്ല. അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം നമ്മളുടെ സിസ്റ്റമോ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വലിയ വിഷയം. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പം നിങ്ങൾക്ക് പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോൾ വരുന്നുണ്ടാവാം. എല്ലാ യൂണിവേഴ്സിറ്റിയും ഐ ആം ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ടാവാം. ബട്ട് നിങ്ങൾ ഏതൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യും? നിങ്ങൾക്ക് MBA ചെയ്യണം, ബട്ട് എങ്ങനെയാണ് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഈ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1000+ എൻക്വയറീസ് ആണ്. അതായത് അത്രത്തോളം ഈ പ്രോബ്ലം ആളുകൾ ഇന്ന് നിലവിൽ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കോഴ്സിലേക്ക് ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോഴ്സിലേക്ക് ഒരാൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10+ ഏജൻറ്റ്സ്, 10+ യൂണിവേഴ്സിറ്റീസ്, 10+ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റാൻഡംലി എല്ലാവരും വിളിക്കും. എൻഡ് ഓഫ് ദ ഡേ ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എവിടെ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ജോയിൻ ചെയ്യണം, അവസാനം ഒരു റാൻഡംലി ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യും. ഈ ഒരു അവസ്ഥയാണ് ഒരു പേഴ്സൻ്റെ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പം ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഇന്ത്യൻ എഡ്യു ഹബ്. ആസ് പെർ ദ പേഴ്സൺ ബാക്ക്ഗ്രൗണ്ട്, ആസ് പെർ ദ പേഴ്സൺ ആസ്പിറേഷൻ, ആസ് പെർ ദ പേഴ്സൺ ഫ്യൂച്ചർ പ്ലാൻസ് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് കൃത്യമായിട്ട് ഓൺലൈൻ ഹയർ എഡ്യൂക്കേഷൻ സ്പേസിൽ അവരുടെ ഒരു ബിഗ് കൺഫ്യൂഷൻ സോൾവ് ചെയ്ത് അവർക്കൊരു റൈറ്റ് പ്ലാറ്റ്ഫോം, ഒരു റൈറ്റ് യൂണിവേഴ്സിറ്റി, ഒരു റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ ഇന്ത്യൻ എഡ്യു ഹബ് എന്ന് പറയുന്നത്. അവിടെ ഒരു 2 മിനിറ്റ്സിൽ നമ്മൾ യൂണിവേഴ്സിറ്റി സജഷൻ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കും. ഒരു 3 മാസത്തിൽ ഒരാൾക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം 2 മിനിറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് അവരെവിടെ പോകണം, ഏത് രീതിയിൽ പോകണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പം ഐ എം പ്രൗഡ് ടു സേ ഇന്ന് ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എവറിത്തിങ് ഈസ് ബിക്കം ഓൺലൈൻ. ഓൺലൈൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഓൾ ഓവർ ദ PG എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഇന്ന് കോളേജുകൾക്ക് മോസ്റ്റ്ലി അഡ്മിഷൻ കുറഞ്ഞു വരികയാണ്. പീപ്പിൾ ആർ ആക്ച്വലി ജമ്പിങ് ടു online higher education. That means they are actually doing an online MBA, they are actually doing an online MCA എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്കാണ് വരുന്നുള്ളത്. അപ്പം ഇത്രയും വലിയൊരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ ഓൺലൈൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക് ജമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം അറ്റ് ദ പ്രസൻ്റ്ലി പീപ്പിൾ ആർ റിയലി ഹാപ്പി വിത്ത് ഇന്ത്യൻ എഡ്യു ഹബ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നുള്ളത്. അപ്പം എൻ്റെ കമ്പനി എനിക്ക് പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. I am representing about Indian Edu Hub. I am Syed Shahid and founder of, again I am telling, thanks to give this opportunity. Bye.